നമ്മളീ കാണുന്ന വസ്തുവിന് തോടം അല്ലെങ്കിൽ തുഴ, അതുമല്ലെങ്കിൽ പാറ എന്നിങ്ങനെ പേരുകളുണ്ട്. വളരെ അപൂർവമായി പൊന്ത് എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ തുടി, റാഫ്റ്റ്, ട്യൂബ് ബോട്ട് എന്നും ചിലയിടങ്ങളിൽ പറയും. ചെറിയ തീരദേശ ഗ്രാമങ്ങളിൽ മത്സ്യബന്ധനത്തിനുപയോഗിക്കുന്ന തദ്ദേശീയ ബോട്ടിൻ്റെ രൂപമാണിത്. ചെലവ് കുറഞ്ഞതും പരമ്പരാഗതവുമായ മത്സ്യബന്ധന ഉപാധിയാണിത്. ടയർ ട്യൂബുകൾ, പ്ലാസ്റ്റിക് മെഷ്, കയറുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം. കായലുകളിലും കുറഞ്ഞ അകലങ്ങളിൽ കടലിലും ഇത് ഉപയോഗിക്കുന്നു. മാനം കറുക്കുമ്പോഴോ കാറ്റ് വീശുമ്പോഴോ തിരയടി ശക്തമാകുമ്പോഴോ തോടം കടലിലിറക്കാറില്ല. വാളം ഉപയോഗിച്ച് കൈകൊണ്ട് തുഴഞ്ഞ് കടലിലിറക്കുന്ന തോടങ്ങൾ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തിയിൽ കരയിലേക്ക് തന്നെ അടിയാൻ സാധ്യതയേറെയാണ്. ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ഇതുപയോഗിച്ച് മീൻ പിടിക്കാൻ ഇറങ്ങുക. തിരയടി ശക്തമാകുമ്പോൾ 4-5 പേർ ചേർന്ന് ഒരു ഓടത്തെ കടലിലേക്ക് തള്ളിവിടുകയാണ് പതിവ്. 3-4 പേർ ചേർന്ന് ഒരു തോഴം കടലിലേക്ക് തള്ളിവിടാനുള്ള ഒരുക്കത്തിലാണിവിടെ. വലയും തുഴയുമൊക്കെ സജ്ജമാക്കിയിരിക്കുന്നു. തിരതള്ളലിൽ തെന്നിമറിയാതെ തോഴം കടലിലിറക്കുക എന്നത് അത്യധികം ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. ഒത്തിരി നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. ആഴക്കടലിലെ മത്സ്യസമ്പത്തും തേടി ആവേശത്തോടെ അയാൾ തുഴഞ്ഞു നീങ്ങി. തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളിവിട്ട് നടന്നു വരുന്ന ശശിയേട്ടനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഏകദേശം 4-5 കിലോമീറ്റർ ദൂരപരിധിയിൽ അവർ വലയെറിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും. എല്ലാ പ്രഭാതങ്ങളിലും ഇതുപോലെ കടലിനോട് കിന്നാരം പറഞ്ഞ് ഇവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും. Apa
ഒന്നര മണിക്കൂർ മുമ്പ് കടലിലിറങ്ങിയ ഒരാൾ തിരിച്ചു വരികയായി. തിരയടി ശക്തമാകുമ്പോൾ അങ്ങോട്ട് പോകുന്നത് പോലെ തന്നെ തിരിച്ചു വരുന്നതും ശ്രമകരമായ ഒരു ഉദ്യമമാണ്. ചിലപ്പോൾ തോഴം കീഴ്മേൽ മറിയും. തൊഴിലാളി കടലിൽ വീഴാനും സാധ്യതയുണ്ട്. തിരയുടെ ഗതി മനസ്സിലാക്കി കരയിൽ നിന്ന് നിർദ്ദേശങ്ങളും വിളിച്ചു പറയും. തൊഴിലാളിയെ സ്വീകരിക്കാനും ചരക്ക് തൂക്കിയെടുക്കാനും സഹതൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ തോഴം തലകീഴായി മറിഞ്ഞു. പിടിച്ച മത്സ്യങ്ങളും വലയുമെല്ലാം തോഴത്തിൽ കയറുകൊണ്ട് ബന്ധിച്ചതിനാൽ ഒന്നും നഷ്ടപ്പെടാതെ കരക്കടിയും. തുമ്പോളി കടപ്പുറത്തെ കാഴ്ചകൾ പങ്കുവെച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഫൈസൽ വടപുറം.